ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പം രാവിലെ 6 മണിയായിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. ഞാനിപ്പം മോളെ കിൻഡർ ഗാർഡനിലേക്ക് കൊണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പം നല്ല തണുപ്പുണ്ട്. ഇവിടെ 8:30ക്കാണ് സൂര്യൻ ഉദിക്കുന്നത്. ഇപ്പം തണുപ്പായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ നിന്ന് പുക പോകുവേ. അങ്ങോട്ട് ചാരി നിന്നിട്ട് എവിടെയെങ്കിലും. ഇപ്പം ഞാൻ അത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ്. തക്കാളി ഉണ്ടോ, കുറേ ടൈപ്പ് തക്കാളി ഉണ്ട് ഇവിടെ. ഇത് ബീട്രൂട്ട്, ക്യാബേജ്, അങ്ങനത്തെ പച്ചക്കറിയുടെ സെക്ഷനാണ് ഇതെല്ലാം. ഇത് സോസിൻ്റെ സെക്ഷനാണ്, കുറേ ടൈപ്പ് സോസ് ഉണ്ട്. ഇത് പുഡിങ്, കേക്ക്, അതിൻ്റെയൊക്കെ സെക്ഷനാണ്. ഈ ഒരു 550 എന്നൊക്കെ പറയുന്നത് നമ്മുടെ മൈദ പോലെ തന്നെ ഒരു പൊടിയാണ്. പിന്നെ 1050 എന്നൊക്കെ പറയുന്നത് ഗോതമ്പിന്റെ പൊടികളാണ് കാണുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം പാസ്തയും ന്യൂഡിലും അതിൻ്റെയൊക്കെ സെക്ഷനാണ് കേട്ടോ ഇത്. ഇവിടെ കുറേ ടൈപ്പ് പാസ്തയും ന്യൂഡിലും ഒക്കെ ഉണ്ട്. ഇത് റൈസ് ന്യൂഡിലാണ്. അതായത് നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ റൈസ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. കഴിക്കുമ്പോഴും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ഇത് ഗോതമ്പിന്റെ ന്യൂഡിലാണ്. ഈ കാണുന്നത് സ്പെറ്റ്സ്ലയാണ്. ഇതിൻ്റെ അകത്ത് എഗ്ഗൊക്കെ ആഡ് ചെയ്തുണ്ടാക്കുന്നതാണ്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ പരിപ്പ് പോലത്തെ ലിൻസൺ അത് വെച്ചുണ്ടാക്കുന്ന ന്യൂഡിലാണ്. ഇത് ഫുള്ള് സൂപ്പിന്റെ സെക്ഷനാണ്. ഇത് പാസ്ത, ന്യൂഡില് അതൊക്കെ ഉണ്ടാക്കുമ്പം ആഡ് ചെയ്യുന്ന പൊടികളാണ്. ഇതൊക്കെ റൈസിന്റെ സെക്ഷനാണ്. അതായത് ബസ്മതി റൈസ്, ജാസ്മിൻ റൈസ്, മിൽഷ് റൈസ്, അങ്ങനത്തെ കുറേ ടൈപ്പ് റൈസ് ആണ്. ഇതൊക്കെ നമ്മുടെ ക്യാനിൽ വരുന്ന വെജിറ്റബിൾസ് ആണ്. ഇത് ബ്രെഡാണ്. ഞാനിപ്പോൾ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു ബ്രെഡും. ഈ ഒരു ബ്രെഡിൻ്റെ അകത്ത് അവർ ഒലിവാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് മുറിച്ച് നോക്കിയതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു ബ്രെഡ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഗോതമ്പിൻ്റെ തന്നെ സാധാ ബ്രെഡാണ്. ഈവനിങ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കാവേ. അപ്പം ഞാനിന്ന് വൈകുന്നേരം ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇടിയപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും ഇടിയപ്പവും കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്ന കടലക്കറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെള്ളക്കടല വെച്ചാണ് കേട്ടോ ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇനിയിപ്പം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സവോളയാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാനിപ്പോൾ സവോളയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. അപ്പം ഞാൻ ഈ സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു സവോള, പകുതി ടൊമാറ്റോ, 2 ചുള വെളുത്തുള്ളിയാണ് ആഡ് ചെയ്തേക്കുന്നത്. അതിൽ ഞാൻ അല്പം തേങ്ങ കണ്ടോ, തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. അല്പം തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത്, ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അതും ആഡ് ചെയ്ത് കൊടുത്തു കണ്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി അരച്ചെടുക്കാവേ. അപ്പോൾ ആ ഒരു കുക്കറിൽ നിന്ന് ഈ ഒരു വലിയൊരു കുക്കറിലേക്ക് മാറ്റിയേ കടല. കാരണം എനിക്കൊരു പേടി, അത് ഫുള്ള് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് എയർ പോകുമോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു വലിയൊരു കുക്കറിലേക്ക് മാറ്റിയേ. ഇനി നമുക്കിതൊരു 3 വിസിൽ വരാൻ വെക്കാവേ. ഇവിടെ ഈ ഒരു അരപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ. കണ്ടോ,
നമ്മുടെ ഇവിടുത്തെ സാധാ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ഈ ഒരു അരിപ്പൊടി കിട്ടുമെന്ന് കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. നേരിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നോക്കാറുണ്ട് അരിപ്പൊടി ഉണ്ടോന്ന്. പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ആരെങ്കിലും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്, ഇവിടെ താമസിക്കുന്നവരിൽ ആരെങ്കിലും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം കേട്ടോ, ഏത് സൂപ്പർ മാർക്കറ്റ് ആണെന്ന്. ഈ ഒരു ബൗളിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനിയിപ്പം നമുക്ക് ചൂടുവെള്ളം ഇച്ചിരി ആയിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാനിപ്പോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. കൊടുത്തിട്ടുണ്ട് ഈ ഒരു തട്ടിലോട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാവേ. തേങ്ങാപ്പൊടി തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ടും യൂസ് ചെയ്യുന്നത്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ തട്ടും കൂടി റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ 2 തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണ്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് വെക്കാം കേട്ടോ. 30 മിനിറ്റ് എടുക്കും ഇത് റെഡിയാകാനായിട്ട്. കണ്ടോ, കടല ഇപ്പൊ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത് കോക്കനട്ട് ഓയിലാണ്. ആയതുകൊണ്ട് തന്നെ ഇത് ഫുൾ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുവാണ്. നമുക്കപ്പോൾ ഇതിൻ്റെത്തേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കടുക് നമുക്ക് പൊട്ടിക്കഴിഞ്ഞിട്ട് ആ ഒരു വേവിച്ച് വെച്ച കടല ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ്. കണ്ടോ, ഈ ഒരു അരപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് സ്വല്പം കടല എടുക്കണം. കടല എടുത്തിട്ട് നമുക്ക് കുറച്ച് ഇതും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഈ കടല കുറച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതും കൂടി എൻ്റെ തൊട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പൊ ഈ കറിക്ക് നല്ല തിക്കായിട്ടിരിക്കും കേട്ടോ. എൻ്റെ മോക്കും ഹസ്ബൻഡിനും കുറച്ച് ചാറ് വേണം കേട്ടോ കറിക്ക്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത് നേരത്തെ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചു വന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയാകും. ഇപ്പൊ കറി നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് കണ്ടോ. ഇനി നമുക്കിത് ഓഫ് ചെയ്യാവേ. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ കടലക്കറി. അപ്പൊ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 30 മിനിറ്റ് എടുത്തു കേട്ടോ ഇത് റെഡി ആകാനായിട്ട്. കണ്ടോ, നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇന്ത്യൻ സ്റ്റോറിലും കിട്ടും കേട്ടോ. ഫ്രോസൺ ഇടിയപ്പം കിട്ടും വാങ്ങിക്കാനേ. പക്ഷെ ഞങ്ങള് വാങ്ങിച്ചിട്ടില്ല ഇതുവരെ ആയിട്ടും. അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രോസൺ ഇടിയപ്പം, ദോശ, തട്ടുദോശയില്ലേ, തട്ടുദോശ കിട്ടും. ഒരു വട്ടം ഫ്രോസൺ തട്ടുദോശ വാങ്ങിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ ചമ്മന്തി എത്ര വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല ഇതുവരെയും. കണ്ടോ, ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.